സിദ്ദീഖിലൂടെ മനസ്സിലാക്കിയാൽ അത് റസൂലാണ്, ഉമറിലൂടെ മനസ്സിലാക്കിയാലും റസൂലാണ്, ഉസ്മാനിലൂടെ മനസ്സിലാക്കിയാലും റസൂലാണ്, അലിയിലൂടെ മനസ്സിലാക്കിയാലും റസൂലാണ്. അവർക്ക് പിഴവില്ല, അവർക്ക് ശുദ്ധീകരിച്ച ഒരാൾ മുന്നിലുണ്ട്. അവർക്ക് പിഴവെന്നത് സംഭവിച്ചില്ല. അത് നിറക്കൂട്ടുകളുടെ സാന്നിധ്യം മാത്രമാണ്. ഇപ്പോൾ സുന്നികൾ അലിയുടെ പിഴവ് തരിക, അവർക്ക് പിഴച്ചു. എന്തുകൊണ്ടാണ് അവർക്ക് പിഴച്ചത്? അവർക്ക് വഹാബികളെക്കാൾ പിഴച്ചു. ഇപ്പോൾ നിലവിൽ ചില സുന്നികൾക്ക് വഹാബികളെക്കാൾ പിഴച്ചു. അവർ അലിയുടെ പിഴവ് തിരഞ്ഞു. അലിക്ക് പിഴവ് എന്ന സംഗതി ഇല്ല. അത് മുഹമ്മദിയത്തിന്റെ ജമാലാണ്. അലിയുടെ പിഴവ് തെരഞ്ഞവരാ ഖവാരിജ്. അവർ ഇസ്ലാമിലെ ആദ്യത്തെ അവാന്തര വിഭാഗമാണ്. അവർ നരകത്തിലെ നായ്ക്കളാണ്. അവർ ഈ ഉമ്മത്തിന്റെ പിഴവിന്റെ ആദ്യത്തെ മൂർധന്യത്തിൽ കയറിയ ഒന്നാം വിഭാഗമാണ് ഖവാരിജ്. പിന്നീട് അതേ വഴിക്ക് തന്നെ പലരും വന്നു. പിന്നീട് വഹാബിയത്തും വന്നു. ഇപ്പോൾ സുന്നികൾ ഡയറക്റ്റ് അലിയുടെ പിഴവ് നിർത്തുകയാണ്. അതിനെന്താ കാരണം? അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അലി വിരുദ്ധത കയറിക്കൂടി. അതെന്താ കാരണം? ഇടപഴക്കം ആരുമായി? വഹാബിയത്തുമായി. ഈ വഹാബിയത്തുമായുള്ള ഇടപഴക്കം ഉമ്മത്തിനെ തകർത്തു. അതുകൊണ്ടാണ് ചിരിച്ചും കളിച്ചും നടക്കുന്ന നിങ്ങളുടെ ചങ്ങാതി നേതാക്കളോട് ഞാൻ എതിരാകുന്നത്. കാരണം ആരെയും കൂട്ടാം, അവരെ കൂട്ടാൻ പറ്റൂല. അവർ മുഹമ്മദിയ ജമാലിനെ, ഈ അഴകിനെ ആദ്യമായി എതിരായതാണ്. വഹാബികളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അവർ മുസ്ലിങ്ങളല്ലേ? മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെ മുഴുവനും അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. അംഗീകരിക്കാൻ പറ്റുന്ന മുസ്ലിമും പറ്റാത്ത മുസ്ലിമുണ്ട്. ചില തലങ്ങളിൽ അംഗീകരിക്കാൻ പറ്റുന്ന അമുസ്ലിമുണ്ട്. ഒരു അമുസ്ലിമാണ്, അയാളെ ചില തലങ്ങളിൽ അംഗീകരിക്കാൻ കഴിയും. ചില തലങ്ങളിൽ ഒരു മുസ്ലിമിനെ അംഗീകരിക്കാൻ കഴിയൂല. ചില തലത്തിൽ ഒരു ഹിന്ദുവിനെ അംഗീകരിക്കാൻ കഴിയും. മനുഷ്യന് വേണ്ടത് ബുദ്ധിയാണ്. മനസ്സിലായില്ല? വളരെ നിങ്ങൾ ചിന്തിക്കണം. ഇസ്ലാമിക ഖജനാവിന്റെ താക്കോൽ ക്രിസ്ത്യാനികളെ ഏൽപ്പിച്ച ചരിത്രം കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയും കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഖജനാവിന്റെ താക്കോൽ അവരെ കയ്യിൽ ഏൽപ്പിച്ച കാലം മുസ്ലിങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഹിന്ദുക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഹിന്ദുക്കളെ താക്കോൽ ഏൽപ്പിച്ച കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേ സമയത്ത് മുസ്ലിങ്ങളെ ഏൽപ്പിക്കാത്ത കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ആര് വിശ്വസ്തൻ ആര് വിശ്വസ്തനല്ല എന്നത് രാജാവിന്റെ മനസ്സിൽ തന്നെ പടച്ചോൻ തോന്നിപ്പിച്ചു കൊടുക്കും. മുസ്ലിമായ രാജാവിനോട് ഹിന്ദുവായ സൈന്യാധിപനെ മുൻനിർത്തിയിട്ട് മുസ്ലിങ്ങൾ യുദ്ധം ചെയ്ത കാലം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഏതൊരു പ്രഭാഷണത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുണ്ട്. അപ്പൊ മുസ്ലിം ആയതുകൊണ്ട്, മുസ്ലിം എന്ന പ്രത്യക്ഷമായ പേരുള്ളത് കൊണ്ട് ഒരാളെ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് വഹാബിയത്തിന് സംഭവിച്ചത്. എന്നാൽ മുസ്ലിങ്ങൾ എന്ന നിലയിൽ അവരെ കൂട്ടാവുന്ന തലങ്ങളുണ്ട്. അതെന്താണ്? അത് നമ്മളൊരു സാധാരണയായി കൂട്ടുന്നൊരു കൂട്ടം, അത്രയേ ഉള്ളൂ. വഹാബിയത്ത് എന്നാൽ അടിസ്ഥാനപരമായി ദജ്ജാലിയത്താണ്. വഹാബിയത്ത് ദജ്ജാലിയത്താണ്. എന്താണെങ്കിലും അവർ ദജ്ജാലിന്റെ ന്യായികളാണ്. വഹാബികൾ ദജ്ജാലിന്റെ ന്യായ, നിസ്സംശയം, അതിൽ സംശയിക്കണ്ട. അവർ ഖുർആൻ ഓടും, അവർ ഖുർആൻ പഠിക്കും, അവർ ഖുർആൻ പഠിപ്പിക്കും, ഒക്കെ ചെയ്യും. വഹാബികൾ 100% ദജ്ജാലിന്റെ ന്യായികളാണ്. എവിടെ നോക്കിയാലും, ഞാൻ അടുത്ത ആഴ്ച വേറെ ക്ലാസ് കാണിച്ചു തരാം, എവിടെ നോക്കിയാലും മുഹമ്മദിയത്തിനെ മുന്തിച്ചത്. ആര് മുന്തിച്ചു? അള്ളാഹ് മുന്തിച്ചു. ഖുർആനല്ല വിഷയം മുഹമ്മദിയത്ത്. ഇനി ആ മുഹമ്മദിയത്തിലൂടെ നീ എന്ത് മനസ്സിലാക്കണം? ഖുർആൻ മനസ്സിലാക്കണം. അപ്പൊ വിജയിക്കും. മറ്റൊന്ന് നിന്റെ ഹവയാണ്.
മുഹമ്മദിയത്ത് മാറ്റി വെച്ചാൽ ഹവയ, ചേകനൂര് ഹവയ, വഹാബിയത്ത് ഹവയ, മൗദൂദിയത്ത് ഹവയ, ഖവാരിജ് ഹവയ, ഖദരിയത്ത് ഹവയ, എല്ലാ ഹവയ, ഹവ 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 ഹവ. എല്ലാ കള്ളത്തൊരിയൊക്കെ തൊക്കാവയ, എല്ലാ ഹവയ. എല്ലാ വെള്ളിയാഴ്ചൻ്റെ അടുത്ത് വരും, ഈ ക്ലാസ്സിൽ വരും. ഒരു വലിയക്കാരൻ ഒരാളെ വർത്താനം കേട്ടിട്ട് ആ നിസ്കാരം നിർത്തി. ഉസ്താദെ ഇത്രയും കൊല്ലായി നിസ്കരിക്കാൻ പ്രയാസം. ഇവിടെ നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. മനസ്സിലായില്ല, കള്ളത്തൊരിയക്കത്തിൽ പെട്ടുപോയി. 2-3 ആഴ്ചയിൽ ഞാൻ ഓനങ്ങനെ പണിയെടുത്ത് നന്നാക്കുക. നല്ല കുട്ടിയാണ്. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു, എൻ്റെ കുട്ടി എന്ത് ചിന്തിക്ക്, അവസാനത്ത് റക്അത്ത് നിസ്കരിച്ച് വഫാത്തായിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. ഈ നിസ്കാരം നിസ്കരിച്ച് ആ അവസാനത്തെ നിസ്കാരം നിസ്കരിച്ച് പോയ ആളാണ് സിദ്ദീഖുൽ അക്ബർ. നിസ്കാരത്തിനാണ് ഉമർ ഇബ്നുൽ ഖത്താബിന് കുത്തി കിട്ടിയത്. ശരീഅത്തില്ലാത്ത ഒന്നുമില്ല. ശരീഅത്ത് റസൂലുള്ളാഹിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് കളവാക്കണ ഒരാളെ പിന്നാലെ കൂടരുത്. എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? ശരീഅത്ത് നിസ്സാരപ്പെടുത്തുന്ന ഒരാളെ പിന്നാലെ കൂടരുത്. അതവൻ മൂല്യരായാലും തങ്ങളായാലും ഒക്കെ കണക്കാം. വ്യഭിചരിക്കൽ ഹറാമ. അതിന് മൂല്യര് തങ്ങളത് കണക്കൊന്നുമില്ല. മൂല്യരായാലും ഹറാമാണ്, പറട തങ്ങളായാലും ഹറാം. ഹറാം ഹറാം ഇത് ഹറാമല്ലേ? ഹറാം. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. വ്യഭിചാരം അള്ളാഹു തആല, പലിശക്കാരെ മുന്തിക്കുക ഹറാമ, ദീനല്ല. ഞാനൊരു ന്യായമല്ല, അത് റസൂലുള്ളാഹി ഹറാമാക്കിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പറയുക എന്നുള്ള ഉത്തരവാദിത്തമുള്ളൂ. നിങ്ങളെ സ്വീകരിപ്പിക്കലിൻ്റെ ഉത്തരവാദിത്തം